ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊറിയൻ മാംഗോ പാൻ കേക്കാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നിങ്ങൾക്കും കൂടെ കാണണം. എന്നാൽ വരി. ആദ്യം തന്നെ നമുക്ക് പാൻ കേക്കിനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനിതാ ഇവിടെ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിൻ്റെ ജാർക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഞാൻ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മിൽക്കാണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു കപ്പ് മിൽക്ക് എടുത്തിട്ട് അതിൽ 3/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ഒരു മൂടിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാൻ കേക്കിന് ആവശ്യമായ മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിതാ ഇതിലേക്ക് ആവശ്യമായ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 4 സ്പൂണ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ കുറച്ച് യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മാംഗോ പാൻ കേക്കാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു യെല്ലോ കളർ കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്രയും ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പാൻ കേക്കിനുള്ള മാവ് ഇവിടെ സെറ്റ് ആവട്ടെ. അപ്പോൾ ഇത്ര പണിയുള്ളൂ പാൻ കേക്കിനുള്ള മാവ് റെഡിയാക്കി എടുക്കാൻ. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ പാൻ കേക്കിനുള്ള മാവ് റെഡിയാക്കൽ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടാ. അപ്പോൾ ഞാൻ ഈ റെഡിയാക്കി വെച്ച മാവ് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി പാൻ കേക്ക് ചുട്ടെടുക്കാണ്ട് അതിന് മുന്നായിട്ട് ഞാനിത് അതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്ങിന് ആവശ്യമായ മാങ്ങ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം മാങ്ങൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ ആ ഒരു മാങ്ങ കംപ്ലീറ്റ് ആയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കേക്ക് ചുട്ടെടുക്കാം. അങ്ങനെ ഇതാ പാനൊക്കെ നല്ലോണം ചൂടായതിന് ശേഷം ഓരോരോ പാൻ കേക്കായി ചുട്ടെടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ വേണ്ട പാൻ കേക്ക് പാർന്ന് കൊടുക്കേണ്ടത്. കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് അത് മടക്കി എടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിക്കോളി. ഞാനിതാ ഈ ഒരു പാനിന് കണക്കാക്കിയിട്ട് ഇത്രയും വലുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പാൻ കേക്ക് റെഡിയാവാൻ കൂടുതൽ ടൈമൊന്നും വേണ്ടട്ടാ. ജസ്റ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതൊന്ന് തിരിച്ചിട്ടുകാണ്ട് അപ്പുറം കൂടെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മളെ പാൻ കേക്ക് ഇത് അവിടെ റെഡി ആയിക്കണം കേട്ടാ. അപ്പോൾ ഇത്രയും പണിയുള്ളൂ പാൻ കേക്ക് ഉണ്ടാക്കാൻ. അങ്ങനെ ഇതാ ഓരോന്നായി ഞാനിവിടെ ചുട്ടെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കുന്നത് കാണാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ പാൻ കേക്കിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമാണ് വെച്ച് കൊടുക്കേണ്ടത്. വിപ്പിംഗ് ക്രീം ഞാൻ ആദ്യം ഇവിടെ റെഡിയാക്കി എടുത്തിരുന്നു. അപ്പോൾ അതിൽക്ക് ആവശ്യമായ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതുപോലെ ഇങ്ങനെ മടക്കി എടുത്താൽ മതി കേട്ടാ. അപ്പം നമ്മുടെ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ കൊറിയൻ മാംഗോ പാൻ കേക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അതേപോലെ തന്നെ ഇത് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാവും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവൽ. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയി ഞാനിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 4 എണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാനിതാ ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ തണുപ്പിക്കുന്നതിൻ്റെ മുന്നേ കട്ട് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് ക്രീമൊന്നും ഇങ്ങോട്ട് സെറ്റായി വന്നിട്ടില്ല, മെൽറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ തണുപ്പിച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ ക്രീമൊക്കെ ഒന്ന് സെറ്റായിട്ട് മുറിക്കുമ്പോഴും നല്ല ഇതുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റ് അങ്ങനെ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതാ കൊറിയൻ പാൻ കേക്ക് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളി. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അതേപോലെ തന്നെ എൻ്റെ കൊറിയൻ പാൻ കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തിക്കോളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.